ഗാർഹിക വിസയിലെത്തി മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിന് നേരത്തെ തന്നെ വിലക്കുണ്ടായിരുന്നെങ്കിലും രാജ്യത്തെ കഫ്റ്റീരിയകളിലും മറ്റും ജോലി ചെയ്യുന്ന ഭൂരിഭാഗം തൊഴിലാളികളും ഈ ഗണത്തിൽപ്പെട്ടവരായിരുന്നു. പലപ്പോഴും സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ വിസ തൊഴിൽ മന്ത്രാലയം അനുവദിക്കാതിരിക്കുന്നതും മറ്റും കാരണമായി ചൂണ്ടിക്കാട്ടി പരിശോധനകളെ മറികടക്കാനും കഴിഞ്ഞു പോന്നിരുന്നു. മലയാളികളായ നിരവധി പേർ, പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് നിന്ന് ആയിരങ്ങളാണ് ആർട്ടിക്കിൾ 20 വിസയിൽ കഫ്റ്റീരിയ, ബക്കാല, കെട്ടിട നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്തു പോന്നിരുന്നത്. പരിശോധനകൾ കർശനമാക്കുകയും നിയമലംഘനങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന പുതിയ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പലരും. വിസയ്ക്കും മറ്റുമായി വന്നു ചേർന്നിട്ടുള്ള കടബാധ്യതകൾ പലരെയും മടക്കയാത്ര എന്ന പരിഹാര മാർഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് 3 മാസമായി. അതിൽ 10 ദിവസമാണ് പണിക്കിറങ്ങിയിട്ടുള്ളത്. പിന്നെ ഭയങ്കര ചെക്കിംഗ് ആണ്. ഞങ്ങൾക്ക് പുറത്തു പോകാൻ പോലും ഭയങ്കര ഭയമാണ്. ഞങ്ങൾ വെറും റൂമിൽ തന്നെയാണ്. ഞങ്ങൾ സംസാരിക്കാൻ പോലും കിട്ടുന്നില്ല. അത്രയധികം വിഷമമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ ഇവിടെ പോലീസുകാർ വന്നിട്ടും മറ്റുള്ള ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ ഭയങ്കര ശല്യമാണ്. ഞങ്ങളാകെ ചെയ്ത തെറ്റ് 20-ാം നമ്പർ വിസയിൽ ഇവിടെ വന്നു പോയ എന്നുള്ളൊരു തെറ്റാണ്. കാരണം ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ ചെയ്തു തന്നതാണ്. ഒരു ദിവസം രാത്രി ഇവിടെ വന്ന് വാതിലിനെ ചവിട്ടുകയും ഒരു വണ്ടിക്ക് പോലീസുകാർ ഇവിടെ വന്ന് വാതിലിനെ ചവിട്ടി പൊളിക്കുകയും മറ്റുള്ള ആൾക്കാർ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ വാതിൽ തുറക്കാതായാലും അവർ തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ 2 ദിവസം തീരെ ഇവിടെ രാത്രി ആരും കിടന്നുറങ്ങിയിട്ടില്ല. ഇത് 4 ചുമരുകൾക്കുള്ളിലെ മാത്രം കാഴ്ചയാണ്. സമാനാവസ്ഥയിലുള്ള നൂറുകണക്കിന് മലയാളികൾ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശങ്കയോടെ കഴിയുന്നുണ്ട്. വ്യാപകമായ പരിശോധനകൾ കാരണം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പ്രയാസപ്പെടുകയാണ് 20ഓളം വരുന്ന യുവാക്കൾ. കുവൈത്തിൽ നിന്നും മുനീർ അഹമ്മദ്, മീഡിയ 1.